ഹായ് നമസ്കാരം. ഞാൻ ഡോക്ടർ നബ്ല. എല്ലാവർക്കും നബ്ലാസ് ഡെൻ്റൽ ടോക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ വയസ്സായവർ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ളവരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വായയുടെ അല്ലെങ്കിൽ ബ്രഷിങ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവരുടെ വായ കഴുകേണ്ടത്, അല്ലെങ്കിൽ വായ നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പലതരത്തിലുള്ള ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതായത് പല കാറ്റഗറി ഉണ്ട്. അതിൽ ചില അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവരുടെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ചില ആൾക്കാർക്ക് അവർക്ക് സ്വന്തമായിട്ട് ബ്രഷിങ് ചെയ്യാനുള്ള ഒരു കഴിയും, എന്നാൽ ചില ആൾക്കാർക്ക് സ്വന്തമായിട്ട് ബ്രഷിങ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറി ഓഫ് ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ വായയുടെ ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിർബന്ധമായി നമ്മൾ രാവിലെ രാത്രിയും ബ്രഷിങ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ഇടയിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും തീർച്ചയായും ആ സമയത്ത് പോലും നമ്മൾ വായ കഴുകി ശീലിപ്പിക്കുകയും അല്ലെങ്കിൽ ആ സമയത്ത് പറ്റുമെങ്കിൽ ബ്രഷിങ് തന്നെ ചെയ്തു കൊടുക്കൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ പുവർ ഓറൽ ഹൈജീൻ ആയിരിക്കും. അതായത് അവർക്ക് വായ കുൽക്കുഴിയാൻ പറ്റാതെ വരികയും അവരുടെ ബ്രഷിങ് പ്രോപ്പർ അല്ലാതെ വരികയും ചെയ്യുമ്പോൾ വേഗത്തിൽ തന്നെ പല്ലുകളിൽ അഴുക്ക് കട്ട പിടിക്കാനും അതുപോലെ തന്നെ മോണരോഗങ്ങൾ വരാനും അല്ലെങ്കിൽ പല്ലുകളിൽ കേട് വന്നിട്ട് പല്ലുകൾ വേഗത്തിൽ പൊട്ടിപ്പോവാനും വേദന വരാനും ഒക്കെ തന്നെ വളരെയധികം സാധ്യതയുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യലും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നോർമൽ ഡെൻ്റൽ ചെയറിൽ ഇരുന്ന് നിന്നിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അവരെ നമ്മൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ്. അപ്പം അത്തരത്തിൽ നമ്മൾ തുടക്കത്തിൽ തന്നെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ അതായത് പലതരത്തിലുള്ള ഡെൻ്റൽ ബുദ്ധിമുട്ടുകളും അവർക്ക് ഒഴിവാക്കാൻ ഇത് വളരെയധികം സഹായിക്കും. അപ്പം നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അവർ ബ്രഷിങ് ചെയ്യുന്നതിന് മുമ്പേ ആയിട്ട് നമ്മൾ അവരെ ഇൻഫോം ചെയ്യുക. നമ്മൾ പല്ല് തേക്കാൻ പോവുകയാണ്, അപ്പം നമ്മൾ പല്ല് തേക്കല്ലേ, നമ്മൾ പറയുന്നത് പലതും അവർ കേൾക്കുന്നുണ്ടായിരിക്കും, പക്ഷെ അവർക്ക് ചിലപ്പോൾ റിയാക്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മൾ പതുക്കെ ആ ശീലങ്ങൾ അവരിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ കിറ്റ് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അവർക്ക് മനസ്സിലാവും ഇത് നമ്മൾ പല്ല് തേക്കാൻ പോവാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ബ്രഷിങ് ചെയ്യാൻ പോവാണെന്ന് അവരെ ഇൻഫോം ചെയ്യുക. എന്നിട്ട് അവരൊരു കംഫർട്ടബിൾ പൊസിഷനിൽ നമ്മൾ ഇരുത്തുക. അതേപോലെ നമ്മളും ഒരു കംഫർട്ടബിൾ പൊസിഷനിൽ നിൽക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും നമ്മൾ പേഷ്യൻ്റെ ഫ്രണ്ട് മുൻവശത്ത് നിന്നിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് അതാണ് കംഫർട്ടെങ്കിൽ നമ്മൾ അങ്ങനെ നിന്നിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ബ്രഷ് തട്ടിക്കണം. നമ്മൾ ബ്രഷ് പല്ലിൽ ഒരു ഭാഗത്ത് നമ്മൾ ടോർച്ച് അടിച്ചിട്ട് അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ട് നമ്മൾ പേഷ്യൻ്റ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ആ ടോർച്ച് അടിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് ബ്രഷ് എല്ലാ ഭാഗത്തും തട്ടിച്ചിട്ട് വേണം പല്ല് തേച്ചു കൊടുക്കാൻ. എന്നിട്ട് അവരെ കൊണ്ട് നമുക്ക് കുറച്ച് വായിൽ വെള്ളം ആക്കിയിട്ട് നമ്മൾ അവരുടെ ആ ബെഡിലാണ് ഇരിക്കുന്നതെങ്കിൽ ബെഡിൽ ഇരുത്തി കൊണ്ട് തന്നെ അവരുടെ നമ്മൾ ചെറുതായിട്ടുള്ളൊരു ബൗള് അവർക്ക് തുപ്പാൻ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയും അത് തുപ്പിക്കുകയും ചെയ്യുക. അങ്ങനെ വായ 2-3 പ്രാവശ്യം കഴുകി കൊടുക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിനുശേഷം നമുക്ക് മൗത്ത് വാഷ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻ്റർഡെൻ്റൽ ബ്രഷുകളുണ്ട്, അതുപോലെ ഫ്ലോസുകൾ. ഇൻ്റർഡെൻ്റൽ ബ്രഷും ഫ്ലോസും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല്ലുകളുടെ ഇടഭാഗം, അതായത് 2 പല്ലുകളുടെ ജോയിൻറ്റിലൂടെയാണ് എപ്പോഴും മിക്ക ആൾക്കാർക്കും പല്ലിൽ കേട് പോവാറ്. അതിന് പ്രധാന കാരണം നമ്മൾ ഫ്ലോസിങ് ചെയ്യാത്തത് കൊണ്ടും ഇൻ്റർഡെൻ്റൽ ബ്രഷ് നമുക്ക് അവിടെ ഫുഡ് കുടുങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് അത്തരത്തിൽ ഫുഡ് കേട് വരുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇൻ്റർഡെൻ്റൽ ബ്രഷ് അല്ലെങ്കിൽ ഫ്ലോസ് ഉപയോഗിച്ചിട്ട് പല്ലുകളുടെ ഇടയിൽ നിൽക്കുന്ന ഭക്ഷണങ്ങളും നമ്മൾ എടുത്തു കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് അതിനുശേഷം മൗത്ത് വാഷ് യൂസ് ചെയ്ത് വായ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ വായ ക്ലീൻ ആയിരിക്കും. ഇങ്ങനെ രാവിലെ രാത്രി നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വായ വളരെയധികം വൃത്തിയായി നിൽക്കുകയും അതുപോലെ തന്നെ പല്ലുകളിൽ കേട് വരാതെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ പറയാറുണ്ട് അവർക്ക് അതായത് ഇരുന്ന് എണീക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരെ കിടത്തിയിട്ട് അവരെ ജസ്റ്റ് തല മാത്രം ഒന്ന് ഉയർത്തി പിടിക്കുക. അതായത് അപ്പോൾ നമുക്കും പ്രോപ്പറായിട്ടൊരു വിഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവർക്ക് തുപ്പാനും വളരെയധികം ഈസി ആയിരിക്കും. മറ്റേത് അത് ആസ്പിറേറ്റ് ചെയ്ത് പോകാനും അവർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് തല ഒന്ന് ഉയർത്തി പിടിച്ചുകൊണ്ട് വേണം നമ്മൾ ബ്രഷിങ് ചെയ്തു കൊടുക്കാനും അതുപോലെ തന്നെ ഫ്ലോസിങ്ങും മറ്റ് ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തു കൊടുക്കാൻ. അപ്പോൾ രാവിലെ രാത്രി നിർബന്ധമായിട്ട് നമ്മൾ ബ്രഷിങ് ചെയ്തു കൊടുക്കുക. ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ കുട്ടികൾക്ക് നമ്മൾ ഏറ്റവും നല്ലത് അവരെ നമ്മൾ മടിയിലിരുത്തി നമുക്ക് അവരെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അവരുടെ വായ ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് നല്ലത്. ഇൻ കേസ് അവരുടെ തല അവരെ കിടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ അവരെ തല ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് വേണം അവർക്കത് ചെയ്തു കൊടുക്കാൻ. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് തുപ്പാൻ അറിയില്ല പലപ്പോഴും. അപ്പോൾ നമ്മളത് ആ ഒരു ശീലം അവർക്ക് തുപ്പുന്നത് എങ്ങനെ എന്നുള്ളത് അവർക്ക്
കറക്റ്റ് പറഞ്ഞു കൊടുത്ത് അവരെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് ഓരോ പാരൻസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഫാമിലി മെമ്പേഴ്സിൻ്റെയും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ എന്ത് വായലൊരു ഈവൻ ഒരു എന്തൊരു സാധനം വായിലിട്ട് കഴിഞ്ഞാൽ അത് തുപ്പാൻ അവരെ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ തുപ്പുക എന്ന് പറയുമ്പോൾ അവർക്ക് തുപ്പാൻ അറിയില്ലെങ്കിൽ അത് അവരെ ഇറക്കാനും പല കാര്യങ്ങളും ഇറക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും തുപ്പുന്ന രീതിയെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും നമ്മൾ തുപ്പി കാണിക്കുകയും വായിൽ വെള്ളം ആക്കിയിട്ട് നമ്മൾ തുപ്പി കാണിച്ചു കൊടുക്കുക. അപ്പോൾ അതുപോലെ അവരെ കൊണ്ടും അത് ശീലിപ്പിക്കൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ മുതൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകൾ നമ്മൾ കൊടുക്കുക, അതുപോലെ മുതിർന്നവർക്കും നമ്മൾ ചെയ്തു കൊടുക്കുക. ഇനി നമുക്ക് ചില ആൾക്കാർ വായ തുറക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും, അതായത് അവർ റെസ്റ്റ്ലെസ് ആയിരിക്കും. വായ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആകുമ്പോൾ തന്നെ നമുക്ക് ബ്രഷിങ് ചെയ്തു കൊടുക്കൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കേസിൽ നമുക്ക് പലതരത്തിലുള്ള ബൈറ്റ് ബ്ലോക്കുകളുണ്ട്. അതായത് നിങ്ങൾക്ക് പുറത്തുനിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഡോക്ടറോട് പറഞ്ഞാലും ഡോക്ടർ തരും. ഇത്തരത്തിലുള്ള ബൈറ്റ് ബ്ലോക്കുകൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നത്തെ പല്ലിലെ ബാക്കിൽ, ഇപ്പോൾ നമ്മൾ ഇവിടെ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിൽ നമ്മൾ കടിക്കാൻ വെക്കുക, ബാക്കിലെ സൈഡിൽ കടിക്കാൻ വെക്കുക, എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമുക്ക് മാറ്റിയിട്ട് ഇവിടെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ബ്രഷ് വെച്ചിട്ട് ബൈറ്റ് ബ്ലോക്ക് വെച്ചിട്ട് ഈ സൈഡിൽ നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് തീരെ തന്നെ തുപ്പാൻ പറ്റാത്ത, തുപ്പാൻ അറിയില്ല, അത്തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കുറച്ച് പേസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ബ്രഷ് നമ്മളൊന്ന് വെറ്റാക്കിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കൊരു കോട്ടൺ വൈപ്സ് വെച്ചിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് നമ്മുടെ വിരലിൽ ചുറ്റിയിട്ട് നമുക്കത് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അത് 2-3 പ്രാവശ്യം റിപ്പീറ്റഡ്ലി നമ്മളത് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് പ്രോപ്പറായിട്ട് അവരുടെ പല്ലുകളിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുഭാഗമുള്ള മോണകളും ക്ലീൻ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കാം. ഇനി ഇത്തരത്തിലുള്ള പല്ലില്ലാത്ത ആൾക്കാർ, അതായത് മുകൾ വരിയിലും താഴ്വരിയിലും പല്ലില്ലാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു കേസിലാണെങ്കിലും നമ്മൾ വായ വൃത്തിയായി സൂക്ഷിക്കൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിലുള്ള ആൾക്കാർ സ്പോഞ്ച് ബ്രഷ് അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അൾട്രാ സോഫ്റ്റ് ബ്രഷുകളുണ്ട്, അതുപയോഗിച്ച് നമ്മൾ തൊണ്ണ് ക്ലീൻ ചെയ്ത് കൊടുക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാവുകളിലും അതുപോലെ തന്നെ അണ്ണാക്കിലൊക്കെ പൂപ്പൽ പോലെ വരികയും കാൻഡിഡിയാസിസ് പോലെ പല അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നാവ് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള സോഫ്റ്റ് ബ്രഷോ അല്ലെങ്കിൽ സ്പോഞ്ച് ബ്രഷുകളോ ഉപയോഗിച്ചിട്ട് നമ്മുടെ അണ്ണാക്കും അതുപോലെ തന്നെ പല്ലിൻ്റെ ഈ തൊണ്ണു ഭാഗങ്ങൾ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അണ്ണാക്കും നാവും എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. നാവ് നമ്മൾ ടങ് ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കൽ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് ടങ് ക്ലീനർ യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്താലും മതിയാവും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ആൾക്കാരുടെ ഓറൽ ഹൈജീൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, പക്ഷെ നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെയധികം വേഴ്സനാവുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ വായിൽ ഒരു പല്ലല്ല, 32 പല്ലുകളാണുള്ളത് ഓരോ വ്യക്തിക്കും. അപ്പോൾ ഈ 32 പല്ലിനെയും നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. നമ്മളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അതിൽ ഒരു പല്ല് മാത്രമല്ല കേടുവരും, ഓരോ പല്ലും കേട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് പെയിന് വന്നുകൊണ്ടിരിക്കും. ഒരു പല്ലിലെ വേദന നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ പല്ല് പറിച്ചു കൊടുത്ത് നമ്മളതൊന്ന് സമാധാനമായി വരുമ്പോഴേക്കും അടുത്ത പല്ലിൽ വേദന വരിക. അപ്പോൾ നമുക്ക് ഈ 32 പല്ലുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അപ്പോൾ ആ ഒരു പല്ലിനെ മാത്രമല്ല നമ്മൾ എല്ലാ പല്ലിനെയും പ്രോപ്പറായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് ഈ വേദന കുട്ടികളായാലും മുതിർന്നവരായാലും ഈ വേദന സഹിക്കുന്നതും അവരെ ഒരു കറക്റ്റായിട്ടുള്ള ഡെൻ്റൽ വിസിറ്റ് കൊണ്ടുപോകുക ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തുടക്കത്തിൽ തന്നെ നമ്മളിത് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡെൻ്റൽ വിസിറ്റുകൾ കുറേയധികം നമുക്കത് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ